ഇതിൽ ആദ്യത്തെ സിനിമ 2005 വിഷുവിന് ഇറങ്ങിയ സിനിമയാണ് കൊച്ചി രാജാവ്. ജോണി ആന്റണി CAD മൂസയ്ക്ക് ശേഷം, അത് 2003 CAD മൂസയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് 2 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് കൊച്ചി രാജാവ് ചെയ്യുന്നത്. അപ്പൊ കൊച്ചി രാജാവ് ആ ഒരു വിഷുവിന് ശരിക്കും ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന രഞ്ജിത്ത് മോഹൻലാലിന്റെ സിനിമയായിരുന്നു ചന്ദ്രോത്സവം. പിന്നെ ആ മാർച്ച് മാസം ഇറങ്ങിയിരുന്ന തൊമ്മനും മക്കളും അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് ആ വിഷുവിനും തിയേറ്ററുകളിലുണ്ട്. പിന്നെ ജയറാമിന്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ്. പിന്നെ ഇത്തരം സിനിമകളാണ് എനിക്ക് എന്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആ ഒരു 2005 വിഷു സീസണിൽ. പിന്നെ നമ്മുടെ ചന്ദ്രമുഖി ഉണ്ട് രജനീകാന്തിന്റെ. അപ്പൊ എന്തായാലും കൊച്ചി രാജാവ് ദിലീപിന് ഒരു എന്താ പറയുക, ഒരു നിലനിൽപ്പിന് ഒരു പ്രശ്നമായിരുന്നു സിനിമ തന്നെയായിരുന്നു. കാരണം അന്ന് കുറച്ച് ഫ്ലോപ്പുകളായതുകൊണ്ട് അതൊരു ഹിറ്റ് അടിക്കണം. ആ സിനിമ ഇറങ്ങിയ ദിവസങ്ങളൊക്കെ കുറച്ച് മോശം ഒപ്പീനിയൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് എന്റെ തുടക്കമൊക്കെ നമുക്കറിയാം, പണം തുടങ്ങി കുറേ നേരം ദിലീപ് സീരിയസ് വേഷമാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോഴാണ് ദിലീപിന്റെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ഒരു പകുതിയോളം ദിലീപിന്റെ ഒരു സീരിയസ് ആണ്. അപ്പൊ ഇറങ്ങിയ സമയത്ത് കുറച്ച് മോശം സമയമായിരുന്നു. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പതുക്കെ ഇത് കത്തിക്കേറി. ചന്ദ്രോത്സവം ഡൗൺ ആയി. ആലിസ് ഇൻ വണ്ടർലാൻഡ് പിന്നെ ഒരിക്കലും അപ്പായിരുന്നില്ല. ഞാൻ ഈ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അന്ന് ഒരാഴ്ച കഴിഞ്ഞ് ആ ഒരു വിഷുവിന് പടങ്ങളൊക്കെ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാസികയിൽ നാനയിലാണ് തോന്നുന്നത് അന്ന് എഴുതിയിരുന്നത് കൊച്ചി രാജാവ് ആണ് മുന്നിൽ നിൽക്കുന്നത്, ചന്ദ്രോത്സവം വീണു, ആലിസ് ഇൻ വണ്ടർലാൻഡ് പിന്നെ ഒരിക്കലും അപ്പായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ കൊച്ചി രാജാവ് എന്തായാലും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അതൊരു ദിലീപിന്റെ ഒരു, എനിക്കൊണ്ട് ദിലീപ് അല്ലാതെ പണ്ട് ആ ഒരു അത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ ചെയ്യുന്നത് ജയറാമാണ്. ശരിക്കും ജയറാമിനെക്കാട്ടും കൂടുതൽ ദിലീപ് കൈന്നിടുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കൈന്നിട്ടിട്ടാണ് ആ ഒരു സിനിമ ഒന്ന് അപ്പാക്കിയിട്ടുള്ളത്. അതിന്റെ പാട്ടുകൾ നല്ല രസമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു കൊച്ചി രാജാവ്. എന്തായാലും ദിലീപിന് ഒരു സൂപ്പർ ഹിറ്റ് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ജൂലൈ മാസം ദിലീപിന്റെ ആ ഒരു ഭാഗ്യദിനം ജൂലൈ 4 എന്ന് പറയുന്നത്, ജൂലൈ 4 5 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, ഇറങ്ങിയത് പാണ്ടിപ്പട. അത് റാഫി മെക്കാട്ടിൻ ദിലീപ് കൂട്ടുകെട്ടിന്റെ ഒരു സിനിമ. പഞ്ചാബി ഹൗസും അല്ലെങ്കിൽ തെങ്കാശിപ്പട്ടണവും ഇവരുടെ ഒരു കോംബോ നമുക്കറിയാം. പക്ഷെ പാണ്ടിപ്പട മറ്റ് സിനിമകൾ പോലെ അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല. ഈ പറഞ്ഞ പഞ്ചാബി ഹൗസോ തെങ്കാശിപ്പട്ടണോ പോലത്തെ ബ്ലോക്ക് ബസ്റ്റർ അല്ല. അതും ഇറങ്ങിയപ്പോൾ കുറച്ച് മോശം ഒപ്പീനിയൻ ആയിരുന്നു. പക്ഷെ നല്ല സിനിമയാണ്. എനിക്ക് ഇന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ആ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫും അവസാനമൊക്കെ ആയപ്പോൾ ഒന്ന് കൈവിട്ടു പോയി എന്നുള്ള ഒരു ഒപ്പീനിയൻ പൊതുവേ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പോലും ദിലീപും ഹരിശ്രീ അശോകനും സലീം കുമാറും പിന്നെ പ്രകാശ് രാജ്, രാജൻ വിദേവ് എല്ലാവരും പൂണ്ട് വിളയാടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതിലെ പാട്ടുകളാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടും കൂടുതൽ ഇപ്പോഴായിരിക്കും ആ സിനിമ കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യുന്നത്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ എടുത്തിട്ട് അതിന്റെ സീൻസ് ഒക്കെ, അതിൽ ബുവ ബുവ എന്ന് പറയുമ്പോൾ നീ എന്നെ എന്നാലും വിളിച്ചല്ലോ എന്ന് പറയുമ്പോൾ വിളിച്ചതല്ല, ഇവിടുന്ന് പോവാ പോവാ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ സാധനങ്ങൾ എനിക്കൊന്നും അതൊക്കെ ഇവർ കയ്യിൽ നിന്ന് ഇട്ടിട്ടുള്ളത് തന്നെ ആവാനേ വഴിയുള്ളൂ. ആ ഒരു സിനിമയിൽ സൗബിനും അൻവർ റഷീദും ഒക്കെ അതിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. ഈ അടുത്ത് കാണാം, അതിലെ ഏതൊക്കെയോ സീൻസിൽ അൻവർ റഷീദ് അഭിനയിച്ചിട്ടുണ്ട്. സൗബിന് ഇരിക്കുന്നത് അതിൽ ചില ഷോട്ടിൽ വന്നു പോയിട്ടുണ്ട്. എന്തായാലും അത് ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദിലീപിന്റെ ആ ഒരു ഓണത്തിനാണ് ചാന്തുപൊട്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ക്രിട്ടിക്കലി അതെ, കമേഴ്ഷ്യലി അതെ നന്നായിട്ട് ഓടിയ സിനിമയാണ് ചാന്തുപൊട്ട്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ട ഒരു സിനിമയാണ്. അത് കോഴിക്കോട് കൊറോണേഷൻ തിയേറ്ററിലാണ്. അത് ഓണത്തിന് ഒരാഴ്ച മുമ്പ് ആണ് ആ ഒരു ചാന്തുപൊട്ട് ഇറങ്ങുന്നത്. അതൊരു ഓഗസ്റ്റ് 3rd വീക്ക് ആയിരുന്നു. അത് കോഴിക്കോട് കൊറോണേഷൻ തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. നല്ല ഒരു സിനിമ തന്നെയാണ്. അതിൽ ദിലീപ് അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞിക്കൂനും ചാന്തുപൊട്ട് ഇത് രണ്ടും ദിലീപ് അല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ലാജോസിന്റെ ഈ പറയുന്ന രസികനും പട്ടാളവും ഫ്ലോപ്പായി നിൽക്കുകയാണ്. അപ്പൊ ലാജോസിനും ഒരു ഹിറ്റ് ആവശ്യമാണ്. ദിലീപിന്റെ കോംബോ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഹിറ്റ് ആവശ്യമാണ്. ആ ലാലോസും കുറെ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചാന്തപൊട്ട് സിനിമയെ കുറിച്ചൊക്കെ നിങ്ങൾ പലവർക്ക് അറിയുന്നുണ്ട്. ആ സിനിമ ശരിക്കും ബെന്നി പി നായരമ്പലത്തിന്റെ ഒരു നാടകമാണ്. അത് ബെന്നി പി നായരമ്പലം തന്നെ പണ്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നാടകമാണ്. 90കളിൽ ഹിറ്റായിട്ടുള്ള ഒരു നാടകമാണ്. അപ്പൊ അന്ന് ദിലീപ് സിനിമയിലൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം, അതൊരു സല്ലാപത്തിന്റെ ഒക്കെ ഒരു സമയത്ത് നാദൃശ ഒരിക്കൽ ലാൽ ജോസിന്റെ അടുത്ത് പറഞ്ഞതാണ്, ഒരു കഥയുണ്ട് ബെന്നി പി നായരമ്പലത്തിന്റെ അടുത്ത്. എന്നിട്ട് ബെന്നി പി നായരമ്പലത്തിനെ ലാൽ ജോസിന് നാദൃശ്യാണ് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു ഇത് ദിലീപിന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അന്ന് അത് കുറച്ച് വലിയൊരു ക്യാൻവാസിൽ ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ദിലീപ് ഒരു സ്റ്റാർ ആവട്ടെ, ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനാവട്ടെ, എന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. ആ സിനിമയിൽ പ്രിയാമണി നായികയായിട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ പ്രിയാമണി ആ സമയത്ത് വേറെ ഏതോ ഒരു സിനിമയുടെ, പരുത്തിവീരനാണെന്ന് തോന്നുന്നത്, ഏതൊരു സിനിമയുടെ തിരക്കിലായ കാരണം പ്രിയാമണിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഗോപിക ആ ഒരു സിനിമയിലോട്ട് വരുന്നത്. അതിൽ ഇന്ദ്രജിത്തിന്റെ അതിഗംഭീര വേഷം. എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു വേഷത്തിൽ സൈജു കുറുപ്പിനെ വിളിച്ചതാണ് അതിലെ ഒരു വില്ലന്റെ റോളിലേക്ക്. സൈജു കുറുപ്പ് അന്ന് മയൂകം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷെ സൈജു കുറുപ്പിന് പകരം പിന്നെ അത് ഇന്ദ്രജിത്തിന്റെ സൈജു കുറുപ്പ് അത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബോറാകുമായിരുന്നു. സൈജു കുറുപ്പ് എന്നെ പറയാറുണ്ട് അന്ന് ഞാനത് ചെയ്താൽ ബോറാകുമായിരുന്നു. പക്ഷെ ഇന്ദ്രജിത്ത് അത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് അത്തരം റോളുകളാണ് ഇന്ദ്രജിത്തിനടുത്ത് നമ്മൾ മിസ് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് സിനിമകൾ ഇന്ദ്രജിത്ത് നായകനായിട്ട് ചെയ്യുന്നുണ്ട്, പലതും ആളുകൾ കാണുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള നല്ല
ക്യാരക്ടർ വില്ലൻ റോളുകൾ ഇന്ദ്രജിത്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗംഭീരമാകും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇത്രയും സിനിമകളാണ് ദിലീപിന്റെ 3 സിനിമകളേ ഉള്ളൂ. അതിൽ ചാന്തുപൂട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി. പാണ്ടിപ്പടയും കൊച്ചി രാജാവും അതിന്റെ തൊട്ട് താഴെ അതും ഹിറ്റായി. പക്ഷെ ഒന്നും ഫ്ലോപ്പ് അല്ല. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കരിയറിൽ നല്ല ഒരു വർഷം തന്നെയായിരുന്നു 2005. അപ്പൊ ഈ സിനിമകൾ ഞാൻ എന്റെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ സിനിമ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം.